ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ തെച്ചിയാണ് കേട്ടോ. അത് കൊമ്പ് വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, പൂക്കൾ നല്ലോണം വിരിഞ്ഞ് വരുന്നുണ്ട്. ഇത് ഞാനൊരു വളമ്പ കൊടുക്കണം എന്താണെന്നറിയോ, നമ്മൾ ഈ വലിച്ചെറിയുന്ന കുപ്പികൾ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചും എന്നിട്ട് മൂടിക്കൊരു ഓട്ട കുത്തി കൊടുക്കും. കണ്ടോ, നമ്മളെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റും പഴത്തോലി, മുട്ടത്തോട്, ചായപ്പൊടി ചണ്ടി ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുപ്പിയിലാക്കി കൊടുക്കും. കണ്ടോ കണ്ടോ, പൂവ് നല്ലോണം നല്ലോണം പൂവുണ്ടാവും. നല്ല വളമ്മയാണിത്. ഇതൊക്കെ ഇപ്പോൾ വെട്ടിക്കൊടുത്തപ്പോൾ തേത്ത് വരുന്നേ ഉള്ളൂ. ഇതിനൊക്കെ ഉണ്ട്. ഇതൊക്കെ മഞ്ഞ തെച്ചിയാണ് കേട്ടോ. ഇതിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചെമ്പരത്തിയാണ്. ഇതിനൊക്കെ നല്ലോണം മുട്ട്. ഇതൊക്കെ കൊമ്പ് വെട്ടി കൊടുത്തപ്പോൾ തേത്ത് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ മുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അതൊക്കെ ഇങ്ങനെ വിരിയാതെ വെറുതെ മുരടിച്ച് കിടക്കിയിരുന്നു. അതുപോലെ ഇത് വേറൊരു ചെമ്പരത്തിയാണ്. ഇതിന് കണ്ടോ, ഒരു തണ്ടുമ്പോൾ തന്നെ 2 മുട്ട്. ഇതിമുണ്ട്, 3 മുട്ട്. പിന്നെ ഇവിടെ കണ്ടോ, ഈ ഒരു പൂവാണ് കേട്ടോ. ഈ ഒരു ചെമ്പരത്തി പൂവാണിത്. ഇതിനൊക്കെ കണ്ടോ മുട്ടുണ്ടായിക്കണം. ഇവിടെയൊക്കെ മുട്ടുണ്ടായിക്കണ്ടോ. ഇതൊക്കെ വെറുതെ ഇങ്ങനെ, ഞാൻ പറഞ്ഞേ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഇതിമൊക്കെ നോക്കാത്തതുകൊണ്ട് വെറുതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അതൊക്കെ അതാ മുട്ട് ഇട്ട് വരുന്നുണ്ട്. ഇത് വെള്ള തെച്ചിയാണ്. ഇതിനൊക്കെ അതാ നിറയെ മുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുരടിച്ച് കിടക്കുകയായിരുന്നു. ഇതിനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പുഴു വന്നിട്ടുണ്ട്. പുഴുവിനെടുത്ത് കളയണം. ഇത് മറ്റൊരു തെച്ചി. ഇതൊക്കെ കൊമ്പ് വെട്ടി കൊടുക്കാനായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആ കുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വളമ കേട്ടോ. എൻ്റെ ചെടികളാണ്. ഇത് നിത്യ കല്യാണിൻ്റെ തൈ ഉണ്ടായതാട്ടോ. ഇതൊക്കെ തിരിച്ച് വീഴ്ചയുള്ളതാണ്. ഇനി റോസുമ്മ ഞാൻ കാണിച്ചു തരാം. നല്ലോണം മുട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ ഇപ്പോൾ തലപ്പ് ഇങ്ങനെ വെട്ടി കൊടുത്ത് തേത്ത് വരുന്നേ ഉള്ളൂ. കണ്ടോ, ഇതിലൊക്കെ അപ്പം മുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇത് ആകെ ഈ ഒരു മുട്ട ഇത് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അതിമുള്ള മുട്ട് നോക്കാണ്. കണ്ടോ, ഇവിടെ ഒരു 1, ഇവിടെ 1, ഇവിടെ 2 മുട്ട്. ഇതൊക്കെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ വെട്ടി കൊടുത്ത് തേത്ത് വന്നപ്പോൾ നല്ല മുട്ടുണ്ടാകാൻ തുടങ്ങി. ഇവിടെയൊക്കെ കണ്ടോ, നിറയെ മുട്ടുണ്ടാണ്. വേണ്ട 2 മുട്ട്. ഇവിടെ എല്ലാ അതുപോലെ മുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ കൊമ്പ് കോതി കൊടുത്താണ്. ഇതിനൊക്കെ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് പച്ചക്കറി വെച്ചിട്ട്. ഇപ്പോൾ അടുത്ത ഇതിന് വെച്ച് കൊടുക്കാനുള്ളതാണോ. ഇതിലൊക്കെ ഉണ്ട് പച്ചക്കറി വെച്ചിട്ട്. ഇത് പഴത്തൊലിയും ഉള്ളിത്തോല്, മുട്ടത്തോട്, നമ്മൾ ചായപ്പൊടീൻ്റെ ചണ്ടി ഒക്കെ അങ്ങനെ നിറയെ കുപ്പിയിലാക്കി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞനുസരിച്ച് അങ്ങനെ നിറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് എന്നും രാവിലെ അതിന് വെള്ളം ഈ കുപ്പിയിൽ മാത്രമാക്കി കൊടുക്കും. നനച്ച് കൊടുക്കൂല, ഈ കുപ്പിയിൽ മാത്രമാക്കി കൊടുക്കും. വൈകിട്ട് ഒന്നിങ്ങനെ പാറ്റി കൊടുക്കും. ഇങ്ങനെ ഞാൻ ചെയ്യാറ് കേട്ടോ. ഇനി എൻ്റെ ചെടി കളക്ഷൻ കാണാം. ഇതൊക്കെ എൻ്റെ ചെടികൾ. ഇത് മഞ്ഞ ബോഗൺവില്ല. അതൊക്കെ ഇപ്പോൾ കൊമ്പ് വെട്ടി കൊടുത്തതാണ് ഞാൻ. ഒക്കെ പൂവ് ഉണ്ടായി തുടങ്ങി. ഇതിനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരിക്കൽ പൂവുണ്ടായി കഴിഞ്ഞാൽ ആ കൊമ്പ് ഞാനിങ്ങനെ വെട്ടി കൊടുക്കും. വെട്ടിയിട്ട് നിർത്തും. അപ്പോൾ പിന്നെ അതിന്മേൽ പിന്നെയും പൂവുണ്ടാവും. ഇത് വേറെ ഇവിടെ നിറച്ച് പൂവുണ്ടായി. ഇപ്പോൾ ഒക്കെ കൊഴിഞ്ഞു പോയി. ഇത് ഞാനൊന്ന് ചെയ്താട്ടോ, ക്രാഫ്റ്റ് ചെയ്താണത്. ഉണ്ടാവുമെന്ന് അറിയില്ല. ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് പിടിക്കുമെന്ന് അറിയില്ല. ഇതൊക്കെയാണ് എൻ്റെ ചെടി കളക്ഷൻ. ഇത് വെള്ള അത് വേറെ കളറായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്.
ഡ്രാഗൺ ഉണ്ട് കേട്ടോ, 5-6. ഞങ്ങൾ ജിമ്മിട്ടാ, വലിയ ജിമ്മിയായേ. അവളെ വീഡിയോസ് ഞാൻ ഇട്ട് തരുന്നുണ്ട് വേറെ. ലില്ലി ചെടികളൊക്കെ പോയി, ഞാൻ വയ്യാണ്ട് കിടന്നപ്പോൾ ഒക്കെ പോയി. കുട്ടികളല്ലേ, അവർ ശരിക്കും ശ്രദ്ധിക്കില്ല. പിന്നെ ഇതാണ് എൻ്റെ കേശവർദ്ധിനി. ഞാൻ അതിൻ്റെ ഷോർട്ട് ഇട്ടിരുന്നു. ഇനി എണ്ണ ഉണ്ടാക്കണം. ഇത് ചെമ്പരത്തി കേട്ടോ, വേറെ കളക്ഷൻ ചെമ്പരത്തിയാണ്. ഇല നല്ല ഭംഗിയുണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. പൂവൊക്കെ നമ്മൾ സാധാ പൂവ് തന്നെ. ഇത് മുല്ല, അപ്പോൾ കൊമ്പ് കുത്തിയിട്ടേ ഉള്ളൂ, തീർത്ത് വരുന്നേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചെടി കളക്ഷന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു.